കുറേ പുറത്ത് നിന്ന് കരഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് എന്താ വെച്ചാൽ, ഇന്നലല്ല ഇതേ പേരിൽ തന്നെ ഒരു അക്കൗണ്ടാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത് കേട്ടോ, മൈ വേ ബൈ ശ്രീ എന്ന് പേരിൻ്റെ. അപ്പോൾ ഇന്നലല്ല 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ട്രിപ്ലറ്റ്സ് ആണ് രണ്ടാമത്തെ പ്രസവത്തിൽ നിന്ന്. അപ്പോൾ അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് ആ പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന സമയത്തുള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ അവിടെ പങ്കുവെച്ചതാണ് കേട്ടോ. അതിന് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടി, ഒരു 3.5 ലക്ഷത്തിൻ്റെ പുറത്ത് വ്യൂ കിട്ടി. പിന്നെ ഞാൻ ഒരു 2 വീഡിയോ കൂടി ഇട്ട്, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടത്. പക്ഷെ അത് ഒരു വ്യക്തിക്ക് തീരെ ഇഷ്ടമായില്ല. ഫേക്ക് ഐഡിയ ആണ് കേട്ടോ. എന്നിട്ട് ആ വ്യക്തി എന്താ പറഞ്ഞറിയോ, നിങ്ങളുടെ ഒരു വീഡിയോ റീച്ചായി എന്ന് കരുതിയപ്പം എല്ലാ വീഡിയോയും പിന്നെ അതന്നെ ഇടണോ, പോയി പണി വെക്കുക എന്നിട്ട് കുറച്ച് മംഗ്ലീഷ് ഒരു വൃത്തികെട്ട വാക്കുകളൊക്കെ അവർ ഉപയോഗിച്ചിട്ടാണ്. ഞാനത് ഇവിടെ കൊടുക്കാം. അവരുടെ ID ഫേക്ക് ID ആണ്. അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫേക്ക് ID ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ എന്നോട് ആ വീഡിയോ കണ്ടപ്പോൾ ചിലരൊക്കെ പറഞ്ഞു അത് ഫേക്ക് ID ആണ് ചേച്ചി, അങ്ങനെയുള്ള കമൻസൊക്കെ അസൂയുള്ള ആൾക്കാർ ഇടുന്നതാണ്, ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് ഇനിയും വരും, അത് മൈൻഡ് ചെയ്യരുത് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്കൊരു കണ്ടന്റ് റീച്ച് ആയാൽ എല്ലാ ആൾക്കാരും പറയുന്നത് നമ്മൾ അതിനോട് ബന്ധപ്പെട്ട വീഡിയോകൾ ഇട്ടാൽ നമ്മൾ റീച്ചിൽ പോകും എന്നുള്ളത്. ഞാനൊന്നും കളവല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ അനുഭവങ്ങൾ, ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് അനുഭവിച്ചിട്ടുള്ള കുറേ വ്യക്തികൾ ഞങ്ങൾക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് ചേച്ചി, പിന്നെ ഞങ്ങൾ ഒരാളെ തന്നെ വളർത്താനും അത് പ്രസവിച്ചെടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അപ്പോൾ പിന്നെ 3 പേരൊക്കെ ആയിട്ട് ചേച്ചി ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഫോളോവേഴ്സും ഒക്കെ കയറിയിട്ടുണ്ട്. ഇതൊന്നും കാണുമ്പോൾ ചിലർക്ക് സഹിക്കണില്ല. അതിനിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഒത്തിരി പ്രയാസങ്ങളിൽ നല്ല ആളുകളുണ്ട് കേട്ടോ, ഉള്ളത് പറയാലോ. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടീൻ്റെ ബയോയിൽ കയറി നോക്കിയപ്പോൾ അതിൽ എൻ്റെ യൂട്യൂബ് ലിങ്ക് ഇല്ല. അപ്പോൾ ആ പേരടിച്ചു നോക്കി, മൈ വേ ബൈ ശ്രീ എന്ന് പറഞ്ഞിട്ട് പേരടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ചാനലിൽ വന്ന് വീഡിയോ കണ്ടിട്ട് പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേച്ചിയുടെ ഈ വീഡിയോൻ്റെ ലിങ്ക് നമുക്ക് അതിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി ചേച്ചിയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് കൂടി കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അത്. ആ കുട്ടി പറഞ്ഞു തന്ന ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം. കാരണം എനിക്ക് ഇൻസ്റ്റ അത്രയ്ക്ക് ഇല്ല. ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിലായാലും, ഫേസ്ബുക്കിൽ ഇടുന്ന വീഡിയോ ഇൻസ്റ്റാ ത്രൂ ആണ് പോണത്. അപ്പോൾ രണ്ടിലും നമുക്ക് കുറച്ചൊക്കെ ആൾക്കാർ കിട്ടിയ, ഇൻസ്റ്റയിൽ നിന്ന് പൈസ ഒന്നും കിട്ടൂല എന്ന് എനിക്കറിയാം. പിന്നെ പ്രൊമോഷനൊന്നും നമുക്ക് പറ്റിയ പ്രൊമോഷനൊന്നും ഉണ്ടാവുമെന്ന് പോലും എനിക്കതിനെ പറ്റിയൊന്നും നോ ഐഡിയ. ഞാൻ അതിനൊരു കാശും ചിന്തിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല വീഡിയോ ഇടുന്നത്. നമ്മളൊരു സന്തോഷം, നമ്മളെ 4 ആൾക്കാർ അറിയാം, അതൊക്കെ നമുക്കിപ്പോൾ അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അത്. ഞാനതൊക്കെ തന്നെ വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. അല്ലാണ്ട് അതിന് ഇൻസ്റ്റയിൽ നിന്ന് കാശ് ഉണ്ടാക്കാമെന്നോ എനിക്കതുവഴി ഒത്തിരി പ്രൊമോഷൻ വർക്ക് ചെയ്യാമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബിൽ ആദ്യം മുതലേ ഉണ്ട്. ഫസ്റ്റ് എനിക്ക് 2 ചാനൽ ഉണ്ടായിരുന്നു. അതിലൊക്കെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 5000-ന്റെ പുറത്ത്, 8000-ന്റെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണേറ്റ് വയ്യാതായത്. എല്ലാവർക്കും അറിയാം, എൻ്റെ ഈ ചാനലിൽ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. തീരെ വയ്യാത്തൊരവസ്ഥയിലായി ഞാൻ 1 വർഷത്തോളം ചാനൽ നിർത്തിവെച്ച്. പിന്നെ ഞാൻ ഒരുവിധം ഭേദമായി, എൻ്റെ കണ്ണൊക്കെ ശരിയായി എന്നല്ല, സ്റ്റിച്ചൊക്കെ എടുത്ത് കോർണിയൊക്കെ മാറ്റി വെച്ചതിൻ്റെ ശേഷം ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ ചാനൽ ഉണ്ടാക്കിയത്. അതിൽ വീഡിയോ ഒന്നും പോവാത്ത ആ ഒരു സമയത്ത് ഞാനൊരു ചാനൽ ഉണ്ടാക്കിയത്. ഇതൊന്നും കിട്ടിയിട്ടൊന്നുമല്ല ഫ്രണ്ട്സ്. നമുക്ക് നമ്മളുടെ മൈൻഡിന് ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുക എനിക്കിഷ്ടമാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ മനസ്സിനെ മൈൻഡിന് ഒന്നും ബോറടിപ്പിക്കുന്നതിന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഞാൻ വീഡിയോ ഇടുന്നത്. അതെൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇൻസ്റ്റ തുടങ്ങി. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ കഴിഞ്ഞ വർഷം വരെ ഫേസ്ബുക്ക് എന്താണെന്നോ അറിയാത്ത ഒരാളായിരുന്നു, ഉപയോഗിക്കാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഏതായാലും വീഡിയോ ഇടുന്നുണ്ടല്ലോ, യൂട്യൂബിൽ ഇടുന്നുണ്ടല്ലോ. അപ്പം എന്നോട് എൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞു, ഏതായാലും ചേച്ചി യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കണമല്ലേ, ഈ വീഡിയോ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആവുകയാണെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, ആ ഒരു ഇതിലാണ് ഞാൻ യൂട്യൂബിൽ ഇടുന്ന അതേ വീഡിയോ തന്നെ ഫേസ്ബുക്കിൽ ഇടാൻ തുടങ്ങി. അപ്പം ഞാൻ അതിലാണെങ്കിൽ വീഡിയോ റീൽസും ഒക്കെ ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ റീൽസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇൻസ്റ്റ കൂടെ റീൽസ് ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ ഈ അടുത്ത കാലത്താണ് എനിക്കുണ്ടായത്. യൂട്യൂബ് എനിക്കൊരു 3-4 കൊല്ലം മുന്നേ മുതലേ ഉള്ളതാണ്.
അപ്പോൾ ഏണിങ്സ് ഒന്നും കിട്ടണമൊന്നുമില്ല. കാരണം നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഏണിങ്സ് അങ്ങനെ കിട്ടാത്തത്. അത് എന്ന് വെച്ചാൽ എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ഹാഫ് മോണിറ്റൈസേഷനൊക്കെ ആയിട്ട് എൻ്റെ ഈ ചാനൽ അതൊരു സന്തോഷം ഞാൻ ഇതിൽ കൂടെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാലം തന്നെയായിരുന്നു അത്. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാം, എൻ്റെ ഈ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ ഒരു കുട്ടിയുള്ളവർ തന്നെ ഒരുപാട് ഡിപ്രഷൻ അനുഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് അവരനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കുറച്ചെങ്കിലും അവരുടെ വേദനകളൊക്കെ ലഘൂകരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. എനിക്ക് ഒരാളെ പ്രസവിച്ചിട്ട് മോളെ പ്രസവിച്ചിട്ടുള്ള അനുഭവങ്ങളും ഇവർ മൂന്നാളും ഒരുമിച്ചുണ്ടായപ്പോഴുള്ള അനുഭവങ്ങളും തികച്ചും വ്യത്യസ്തമായിരുന്നു. മോളെ നോക്കാൻ ഒരു പണിയില്ല. നമ്മളുടെ ഒപ്പം പ്രത്യേകിച്ചും പെൺകുട്ടികളാണെങ്കിൽ നമ്മുടെ ഒപ്പം അവർ അങ്ങോട്ട് ഇതായി വളർന്നോളും. നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ മക്കൾ നമ്മളുടെ ഒപ്പം വളർന്നോളും. ഇവരെ നോക്കുക എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ. കാരണം ബ്രസ്റ്റ് ഫീഡിങ് ഒന്നും കുറവാകുമല്ലോ. നമ്മൾ ലാക്ടോഡക്സ് ആയിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ നമുക്കത് കലക്കി കൊടുക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് ഡയപ്പർ ഉപയോഗിച്ചിട്ടില്ല. ആകെ ഒരു 4-5 പ്രാവശ്യം ചോറൂണ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ മാത്രമേ അവർക്ക് ഞാൻ ഈ പാമ്പേഴ്സ് ഉപയോഗിക്കലുള്ളൂ. അവർക്ക് അതിൻ്റെ ഇതുണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചുവന്ന അടയാളം വരും. മാത്രമല്ല നമുക്ക് ഈ 3 ആൾക്കും പാമ്പേഴ്സ് വാങ്ങി ഇതാക്കലൊന്നും നടക്കുന്ന കാര്യമില്ല. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത്രേ പാമ്പേഴ്സൊക്കെ 3 ആൾക്കും ഒരുപോലെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഞാനതൊക്കെ തുണിയാണ് ഉപയോഗിച്ച്. നമുക്ക് അന്ന് എന്താ പറയുക, ബാത്റൂമിൽ പൈപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഡ്രമ്മിൽ നിന്ന് വെള്ളം മുക്കിയെടുത്തിട്ടാണ് ഞാൻ അതൊക്കെ കഴുകിയിട്ടിരുന്നത്. കുളത്ത് കൊണ്ടുപോയിട്ട് ഞാൻ കഴുകിയിട്ടിരുന്നു. ഇവരെ മക്കളൊക്കെ ഉറങ്ങുമ്പോൾ നട്ടപാതിരയ്ക്ക് 12 മണിക്ക് 1 മണിക്കൊക്കെ തോരട്ടിട്ടുണ്ട്. രാവും പകലും ഉറങ്ങാനേ പറ്റിയിരുന്നില്ല. 2 ആൾ രാത്രി ഉറങ്ങും, ഒരാൾ രാത്രി ഉറങ്ങൂല. ആ കുട്ടി 2 വയസ്സോളം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ പകൽ ഉണർന്നിട്ട് രാത്രി ഉറങ്ങാൻ തുടങ്ങിയിട്ട്. എന്നാൽ രാവിലെ വരെ കരയും ചെയ്യും. ഞാൻ ഇങ്ങനെ സിസേറിയൻ കഴിഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു. നമുക്ക് നോക്കാനൊന്നും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ചേച്ചിക്കോ അനിയത്തിക്കൊക്കെ അതേ പ്രായത്തിലുള്ള കുട്ടി ഉണ്ടായിരുന്നു. ഒരനിയത്തി ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഞങ്ങൾക്ക് ഓള് കുറച്ച് ദിവസം നിന്ന്. പിന്നെ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ബുദ്ധിമുട്ട്. സാധാരണക്കാരുടെ വീട്ടിൽ ഇങ്ങനൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഉള്ളത് പറയാലോ. കാരണം നമുക്കതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എനിക്കത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും കൂടി കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലത്തെ പണി അമ്മയ്ക്ക്, അതിൻ്റെ ഇടയിൽ അമ്മ ഇടയ്ക്കൊക്കെ ഓടി വരുമ്പോഴേക്കേനെ കുട്ടികളെടുക്കാൻ ആളില്ലാത്ത അവസ്ഥ. ഞാൻ ഒരു ദിവസം മക്കൾ കരഞ്ഞിരിക്കുമ്പോൾ ഒരാൾ ഞാനും ഒരാളെൻ്റെ അച്ഛനും ഒരാൾ അമ്മ എടുത്തിരിക്കുകയാണ്. ആ സമയത്ത് കറിക്ക് പരിപ്പ് തിളച്ചിരുന്നു. പക്ഷെ അതിലേക്ക് മുരിങ്ങയിടല അയൽവാസി താൾ നന്നാക്കി കൊണ്ടുവന്ന മുരിങ്ങയിടല അതിലേക്കൊന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ട് പോലും ആളില്ല. ഞങ്ങൾക്ക് ചോറുണ്ണണം, വിശക്കാൻ തുടങ്ങി എല്ലാവർക്കും. ഈ കുട്ടികൾ 3 ആളും ഭയങ്കര കരച്ചിൽ. അങ്ങനെ അപ്പുറത്തെ വീട്ടിലത്തെ ആൾ റോട്ടുമ്പോൾ കൂടെ പോകുമ്പോൾ ഞാൻ അവരെ വിളിച്ച് കുട്ടീനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും നിങ്ങൾ കഴുകിയിട്ടരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവർ വന്നിട്ട് അത് കഴുകിയിട്ടെന്ന് അറിയോ. അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബാത്റൂമിലൊന്നും പൈപ്പൊന്നുമില്ല. വെള്ളമൊക്കെ ഡ്രമ്മിൽ എടുത്തൊഴിക്കണം. എന്താ പറയുക, ഇവരുടെ അപ്പിടലൊക്കെ കഴിഞ്ഞാൽ ക്ലീനിങ് ചെയ്യലും ഒക്കെ നല്ല പ്രയാസം. ഒരാളെ കഴുകി കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴേക്കും അടുത്താൾ അപ്പിടും, അതിനെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴേക്കും അടുത്താൾ, അതിനെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴേക്കും അടുത്താൾ, അതിനെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴേക്കും പിന്നെ അടുത്താൾ. കുറച്ച് വലുതാവണ വരെ നല്ല പാടായിരുന്നു. കുളിപ്പിച്ചിട്ട് ഞാൻ ഒരാളെ ഒരു 1-1.5 വയസ്സുള്ള സമയത്ത് കുളിപ്പിച്ചിട്ട് ഒരാളങ്ങോട്ട് നിർത്തും. എന്നിട്ട് അടുത്താളും, ഞാൻ പറഞ്ഞല്ലോ അകത്ത് കക്കൂസ് കുളിമുറി അങ്ങനെയൊന്നുമില്ല. സാധാരണ ഓടിട്ടൊരു പഴയ വീട്. അങ്ങനെ ഞാൻ തിണ്ടത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് മറ്റാളെ കുളിപ്പിക്കാൻ പോകും. അങ്ങനെ ഞാൻ അവർ ഡ്രമ്മിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുളിപ്പിച്ച് കൊണ്ടുവരുമ്പോഴേക്ക് ഈ കുളിച്ച കുട്ടിയുടെ തലയിൽ കുളിക്കാത്ത മറ്റേ കുട്ടി ചിലപ്പോൾ അങ്ങനെ മുറ്റത്തുനിന്ന് മണ്ണ് വാരിയിട്ടിട്ടുണ്ടാവും. എന്നാൽ അകത്താക്കാൻ നമുക്ക് പറ്റൂല. അകത്താക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കറണ്ടും വയറും വള്ളിയും ഒക്കെ ഉള്ളതാണ്. ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ. ഭയങ്കര പ്രയാസം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല നിങ്ങളോട് അത് പറഞ്ഞു തരാൻ. അങ്ങനെ അതിനെ കുളിപ്പിക്കുമ്പോഴേക്ക് അടുത്ത ആൾ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിടും, തല്ലുകൂടും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അകത്തൊറ്റയ്ക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 2 വയസ്സൊക്കെ ആയപ്പോൾ മുതൽ എത്ര പ്രാവശ്യം ഇവർ അകത്തുനിന്ന് വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടെന്ന് അറിയോ. നമ്മളിങ്ങനെ പറയും 2 പുറം കുറ്റിയിട്ടിട്ട് നമ്മൾ മക്കളോട് തുറക്കാൻ പറയും. ഉമ്മറത്തെ വാതിൽ എപ്പോഴും അടച്ചു, റോഡ് സൈഡിലേക്ക് മക്കൾ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുക്കള വാതിലുണ്ടാവുള്ളൂ. ഒരു ദിവസം ഞാൻ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ്.
തുണി അയലുമ്പോൾ നിൽക്കാൻ മഴ പെയ്യുമ്പോൾ ഗ്യാസ് കത്തണ്, മോട്ടർ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ ഹസ്ബൻഡിന് അമ്മ ആടുകളുടെ അടുത്തേക്ക് പോയതാണ്, ആരുമില്ല. ഞാൻ ഈ തുണി എടുക്കാൻ പുറത്തിറങ്ങി അത്രയും സമയം കൊണ്ട് ഇവർ 3 ആളും കൂടി ഉള്ളുന്ന് വാതിൽ കുറ്റിയിട്ടിട്ട് കുറ്റിയിടുക പറഞ്ഞാൽ മറ്റേ വാതിലല്ല, സാധാരണ വാതിലിൽ ഇങ്ങനെ ഒരു സാധനം ഇടുമല്ലോ, അത് അങ്ങനത്തെ സംഭവമാണ്. അങ്ങനെ കുറ്റിയിട്ടിട്ട് ഈ മക്കളോട് തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കണില്ല. ഞങ്ങൾ പറയണത് എന്താണെന്ന് ഈ മക്കൾക്ക് മനസ്സിലാവണില്ല. ഗ്യാസും അടുപ്പത്ത് മീനോ ഉപ്പേരി എന്തോ വറക്കാൻ വെച്ചിട്ടുണ്ട്, മോട്ടർ ഇട്ടിട്ടുണ്ട്, മോട്ടറിൻ്റെ സ്വിച്ച് ഉള്ളിലാണ്. മക്കൾ 3 അകത്ത് പെട്ടിരിക്കുന്നു. ഞാൻ കുറേ പുറത്ത് നിന്ന് കരഞ്ഞ്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ വന്നിട്ട് ഏണിയൊക്കെ വെച്ച്, ഭാഗ്യത്തിന് അവരവിടെ ഉണ്ടായതുകൊണ്ട് ഏണിയൊക്കെ വെച്ച് അടുക്കളയുടെ ചുമരിൻ്റെ മുകളിൽ കൂടെ കയറി പെരപ്പുറത്ത് കയറി. അതും ഞങ്ങളുടെ വീട് ഓടിട്ടതായത് അന്ന് നന്നായി. ആ ഓടിളക്കിയിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഉള്ളിൽ നിന്ന് കുറ്റി തുറന്നത്. നേരെ മറിച്ച് അവിടെ ഒരു ദിവസം KSEBക്കാർ വന്നപ്പോൾ ഇതേ അവസ്ഥ. അങ്ങനെ അവർ നമ്മളെ സഹായിച്ച്. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഒരു ദിവസം ഇല്ലേ, ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ പുറത്ത് അടുക്കളയിൽ നിന്നിട്ട് ഭക്ഷണം പാചകം ചെയ്യാം. അപ്പോൾ എന്തോ ഒരു ഒച്ച, പന്തിയല്ലാത്ത ഒച്ച ഇടപ്പോൾ തിരിഞ്ഞു നോക്കിയോ, അപ്പം മുറ്റത്ത് 3 പേരും കളിക്കട്ടെ. ഞാൻ ഇങ്ങനെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നിന്നിട്ട് പുറത്ത് അടുക്കളയിൽ നിന്നിട്ട് ചോറിന് അരിയുടെ അങ്ങനെ എന്തോ ഒരു പരിപാടി ചെയ്യുകയാണ്. അപ്പോൾ 3 മുറ്റത്തുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് മാറ്റൂല അവരുടെ മേലിൽ നിന്ന്, എപ്പോഴും എൻ്റെ കണ്ണ് അവരൊപ്പം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഈ എന്തോ ഒരു ഒച്ച പോലെ കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേ ആ ആടിൻ്റെ കയറെടുത്തിട്ടേ കഴുത്ത് ചുറ്റിയിട്ടേ ഒരാളുടെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു തലെടുത്തിട്ട് ഒരു കുട്ടി ഈ സൈഡിക്കും വലിക്കുകയാണ്, മറ്റേ തലെടുത്തിട്ട് ഈ സൈഡിക്കും വലിക്കുകയാണ്. നടുക്കൊരു കുട്ടിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുകയാണ്. ഞാൻ ഒക്കെ ഇട്ട് വലിച്ചെറിഞ്ഞ് ഓടി വന്ന്. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒന്നിനും നേരം കിട്ടൂല കേട്ടോ. വീട്ടിലത്തെ പണിയും കുട്ടികളൊക്കെ ഒരു കൂടി ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ പാല് കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടാത്ത അധിക അവസരം അങ്ങനെ തന്നെയാവും. നമുക്ക് എല്ലാ കാര്യവും കൂടി മാനേജ് ചെയ്യാൻ പറ്റൂല. എന്നിട്ട് ഞാൻ പാല് കലക്കി കൊണ്ടുവരുമ്പോഴൊക്കെ 3 ആളും കൂടി ഒപ്പാണ് കരയുക. ചൂടാറാനുള്ള സമയം ഇല്ല. ഞാനിങ്ങനെ പാല് കൊടുക്കുകയെന്നറിയാം, 3 ആൾക്കും കൂടി അത് പിടിച്ചെടുക്കാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ ഇവിടെ ഒരു തലേണ എന്തെങ്കിലും മലന്ന് കിടക്കാവും, എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് പാലും കുപ്പി വായയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു സാധനം ഉയരത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ചാരി വെച്ചിട്ട് കയ്യൊക്കെ ആയിട്ട് മക്കളെ കയ്യൊക്കെ എടുത്ത് ഞാൻ തന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 3 ആളെ മലർത്തി കിടത്തിയിട്ട് പാല് കൊടുക്കും. എൻ്റെ മക്കൾ പാവമായിരുന്നിട്ടാ. ഓരോരുത്തരിങ്ങനെ പറഞ്ഞേക്കാലോ പാല് കുടിക്കില്ല. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ചേച്ചിയുടെ കുട്ടിയൊന്നും പാല് ഒരു തുള്ളി പോലും കുടിക്കാതെ എത്രയോ നേരം കഷ്ടപ്പെട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ വിശപ്പോണ്ടായിരിക്കും എൻ്റെ മക്കൾ ആ പാൽ അങ്ങനെ കൊടുത്താൽ 3 ആളും കുടിക്കുക. കുപ്പി അങ്ങോട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ പാലിൻ്റെ കുപ്പിയുടെ നിപ്പിള് വീടുള്ളൂ. അതൊക്കെ ഒരു ഭാഗ്യമായിരുന്നിട്ടാ. അതുപോലെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് വിരകി കൊടുക്കാൻ തുടങ്ങി. കായപ്പൊടി ആയിരുന്നു ആദ്യമൊക്കെ കൊടുത്തിരുന്നു, പിന്നെ രായി അതൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. ഒരു 90 ആയപ്പോൾ തന്നെ ഞാൻ വിരകി കൊടുക്കാൻ തുടങ്ങി. കാരണം ഈ പാല് മാത്രമാകുമ്പോൾ മക്കൾക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനും സമയം കിട്ടില്ല. പിന്നെ അതിനുള്ള പാൽ 3 ആൾക്കുള്ള പാലൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അവർ ഭയങ്കര കരച്ചിലാണ് വിശന്നിട്ട്. അപ്പം ഞാൻ നേരത്തെ തന്നെ അവർക്ക് വിരകി കൊടുക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ അമൃതം പൊടി ഒരു 6 മാസമൊക്കെ ആയപ്പോൾ കിട്ടലടങ്ങിയപ്പോൾ അമൃതം പൊടി കൊടുക്കും. അത് അവർ കഴിക്കും. പക്ഷേ അത് കഴിക്കൽ തുടങ്ങിയപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്പിടലായിട്ടാണ്. ഒരു ദിവസം ഞാൻ 10-45 പ്രാവശ്യം വരെ അപ്പിയിട്ടിട്ട് വൃത്തിയാക്കിയിട്ട് ഒരാളെ കഴുകി കൊണ്ടുവന്നേക്കും. അപ്പം തന്നെ അടുത്ത ആളെ കഴുകും, അപ്പോഴേക്ക് അടുത്ത ആൾ, പിന്നെ ആദ്യത്തെ ആൾ. അങ്ങനെ ഞാനൊരു 45 വരെ ഞാൻ എണ്ണി ഞാൻ മടുത്തിട്ട് നിൽക്കണില്ല ഈ പരിപാടി. അങ്ങനെ ഞാൻ അങ്ങനെ നോക്കി എന്തുകൊണ്ടപ്പം ഇതിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. വീട്ടിലത്തെ പണിയുടെ ഇടയിൽ കൂടെ ഇതും ഒക്കെ കൂടിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ അതിൻ്റെ തലയിൽ ഭയങ്കര പ്രഷറായി. എന്നിട്ട് അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അമൃതം പൊടി കൊടുക്കൽ തുടങ്ങിയിട്ടാണ് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ അമൃതം പൊടി നിർത്തി വെച്ചിട്ടാണ്. അങ്ങനെ ഒരു കായപ്പൊടി കുറേ കാലം തിന്നിന്. ഒരു വയസ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ കായപ്പൊടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അമൃതം പൊടി നിർത്തിയപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഒന്ന് നോർമലായി. അതുപോലെ തന്നെ കുത്തിവെപ്പിന് കൊണ്ടുപോകുമ്പോൾ ഓരോരുത്തരെ ഞാൻ കൊണ്ടുപോവുക. കാരണം കരഞ്ഞാൽ എല്ലാവരും കൂടി എടുക്കാനും കൊണ്ടാവൂലല്ലോ. അങ്ങനെ ഒരു ദിവസം സിസ്റ്റർ പറയും, 3 ആളെ കുട്ടികൾ ഉണ്ടായിട്ട് 3 ആളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല, എന്തിനാ അങ്ങനെ ഓരോരുത്തരായിട്ട് കൊണ്ടുവരാൻ കണ്ടിട്ട് സിസ്റ്റർ ചീത്താറുണ്ട്, ഒരു PSSയിലെ. അപ്പം ഞാൻ പറയാം, ഈ കുട്ടികൾ ഇങ്ങനെ കരയുമ്പോൾ സാധാരണ സ്ത്രീകളെ മനസ്സിലാക്കുക. എന്നത് അവിടെ ഉണ്ടായിരുന്ന
സിസ്റ്റർ എന്നോട് പറയാം 3 ആളെയും കൂടി കൊണ്ടുവരായിരുന്നില്ല അതിനിപ്പോൾ എന്താണെന്നൊക്കെ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു, ഒരു ഉദ്യോഗസ്ഥൻ. അയാൾ നല്ല ഡീസൻ്റ് ആയിരുന്നിട്ടാ. പിന്നെ എന്നെ എവിടെയെങ്കിലും കണ്ടാലൊക്കെ എന്നോട് ചോദിക്കൂ നിങ്ങൾ ആ 3 കുട്ടികളുടെ അമ്മയല്ലേ എന്നിട്ടാ. പുറത്തുനിന്നൊക്കെ കണ്ടാൽ അതൊക്കെ നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. പിന്നെ ഒരു ദിവസം ഒരു കുട്ടി മൂക്കിലേക്ക് വലിയൊരു മുത്ത് ഇങ്ങോട്ട് കയറ്റി വെച്ചിരുന്നു. എന്നിട്ട് പറയാം മൂക്കിലിട്ട മുത്ത് കിട്ടണില്ല അമ്മ എന്ന്. അപ്പോൾ നോക്കുമ്പോൾ വലിയ മോളൊരു നീല മാലയുടെ മുത്ത്. ഞാൻ താഴത്തിരുന്ന് ഇങ്ങനെ മോളിക്ക് ടോർച്ചടിച്ചൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അതെടുത്ത് അനുഭവിച്ചതിന് കണക്കില്ല പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അതൊരു പ്രചോദനമായിട്ട് വേറുള്ളവർക്ക് ചെറിയ ചെറിയ അനുഭവങ്ങൾ അതിൽ വിഷമിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും അനുഭവങ്ങൾ ഞാൻ ഇത്ര ഒന്നും അനുഭവിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കാനെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ 2 വീഡിയോ ഇട്ടിട്ടുള്ളൂ, 2 or 3 വീഡിയോ. അതിൽ ഫസ്റ്റ് വീഡിയോ റീച്ചായി. അപ്പോൾ വന്ന കമൻ്റാണ് ഇത്. ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എല്ലാം ഒന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പറ്റില്ല. ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ പോകുമ്പോഴും നമ്മളുടെ മനസ്സിന് ആശ്വാസം കണ്ടെത്താൻ ചെറിയ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിലെ കമൻസും ലൈക്കും ഫോളോവേഴ്സിനൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് ഉള്ളത് പറയാലോ. നമുക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം മൈൻഡൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോസ് ഒക്കെ ഇടണം. അല്ല ഒന്നും മോണിറ്റൈസ്ഡ് ആയിട്ടുമല്ല, അതിന് പൈസ ഉണ്ടാക്കിയിട്ടുമല്ല, എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ പറയണം കേട്ടോ. എനിക്ക് കൂടുതലൊന്നും പറയാൻ വയ്യ, ഭയങ്കര സങ്കടമുള്ള ദിവസമാണ്.